പ്രയാഗ്രാജിൽ താമസിക്കുന്ന പിന്റു മല്ല വാർത്തകളിൽ വളരെയധികം ഇടം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മഹാകുംഭമേളയിൽ തോണി ഓടിച്ച് പിന്റു ഉണ്ടാക്കിയെടുത്തത് ഏകദേശം കോടിക്കണക്കിന് രൂപയാണ്. മുഖ്യമന്ത്രി യോഗി തന്നെയാണ് ഇക്കാര്യം നിയമസഭയിൽ വ്യക്തമാക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ആജ് തക് പിന്റു മല്ലയോട് സംസാരിച്ചു. ഇതെല്ലാം നേടുന്നത് പിന്റുവിന് എളുപ്പമായിരുന്നില്ല. ഇതിനായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം കഠിനാധ്വാനം തുടങ്ങിയിരുന്നു. പിന്റു മല്ല നൈനയിലെ അരയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഴുവൻ കുടുംബത്തിലും ഏകദേശം 100 പേരോളമുണ്ട്. അവരെല്ലാവരും ചേർന്ന് മാസങ്ങൾക്ക് മുമ്പേ മഹാകുംഭമേളയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കുംഭമേളയിൽ നല്ല വരുമാനം നേടുന്നതിനായി കുടുംബം ഒരുമിച്ച് 130 ബോട്ടുകൾ തയ്യാറാക്കുകയും ചെയ്തു. ഇതിനായി പിന്റു അമ്മയുടെ ആഭരണങ്ങൾ പോലും പണയപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് പണം നഷ്ടപ്പെട്ടേക്കുമെന്ന് അമ്മയ്ക്ക് തോന്നിയിരുന്നു. അതിനാൽ അവർ മകനെ പിന്തിരിപ്പിക്കുകയും ശ്രമിച്ചിരുന്നു. എന്നാൽ കുംഭമേള പുരോഗമിക്കുകയും വലിയ വരുമാനം കാണുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. എന്നിരുന്നാലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വരുമാനത്തെക്കാൾ നല്ല വരുമാനത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഇപ്പോൾ കുടുംബം കൂടുതൽ സന്തോഷവാനാണ്. പിന്റു പറയുന്നതനുസരിച്ച് 45 ദിവസം നീണ്ടുനിന്ന ഈ മഹാകുംഭമേളയിൽ തന്റെ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഏകദേശം 30 കോടി രൂപ സമ്പാദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 130 വള്ളങ്ങളുണ്ടായിരുന്നു. കുംഭമേളയിൽ അദ്ദേഹം അവ സജീവമായി ഉപയോഗിക്കുകയും ധാരാളം പണം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഭക്തരിൽ നിന്നും അനിയന്ത്രിതമായ യാത്രാക്കൂലി ഈടാക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് സർക്കാർ നിരക്കിന്റെ അതേ യാത്രാക്കൂലിയാണ് ഞങ്ങൾ ഈടാക്കിയതെന്നും പിന്റു പറയുന്നു. അവരിൽ നിന്നും അധിക പണം വാങ്ങിയിരുന്നില്ല. അതെ, ഇതുപോലെയുള്ള ചിലർ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ നമ്മുടെ ആളുകൾ ഇതുപോലെയൊന്നും ചെയ്തിരുന്നില്ല. ചില ഭക്തർ തന്നെ ഞങ്ങൾക്ക് സംഭാവന നൽകിയിട്ടുമുണ്ട്. ഒരു ബോട്ട് നിർമ്മിക്കാൻ ഏകദേശം 50,000 മുതൽ 60,000 രൂപ വരെ ചെലവായത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്റുവിന്റെ കുടുംബം ഒരു ബോട്ടിൽ നിന്നും ഒരു ദിവസം 50,000 രൂപയിൽ കൂടുതൽ സമ്പാദിച്ചിട്ടുണ്ടെന്നത് മറ്റൊരു കാര്യം. അതായത് ഒരു ബോട്ടിൽ നിന്നും കുടുംബം ഒരു മാസം സമ്പാദിച്ചത് ഏകദേശം 23 ലക്ഷം രൂപ. അങ്ങനെ 130 വള്ളങ്ങളിൽ നിന്നായി ഏകദേശം 30 കോടി രൂപ. കുംഭമേള സമയത്ത് ഒരാൾക്ക് ബോട്ട് യാത്രയ്ക്ക് 483 രൂപ നിശ്ചയിച്ചിരുന്നുവെന്ന് നമുക്ക് പറയാം. എന്നാൽ ആ സമയത്ത് യാത്രക്കാരിൽ നിന്നും 2000 മുതൽ 4000 രൂപ വരെ ഈടാക്കിയതായി അവകാശപ്പെടുകയും ചെയ്യുന്നു. 10 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു ബോട്ടുണ്ടെങ്കിൽ ഒരു യാത്രക്കാരിൽ നിന്നും 1500 രൂപ ഈടാക്കിയാൽ ഒരു യാത്രയിൽ 15,000 രൂപ വരുമാനം ലഭിക്കും. പകൽ സമയത്ത് നിരവധി റൗണ്ടുകൾ ഉണ്ടായിരുന്നു. പിന്റു പറയുന്നതനുസരിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ 100-ലധികം പേരുണ്ട്. എല്ലാവരും വളരെയധികം കഠിനാധ്വാനം ചെയ്തു. ഇത് ഞങ്ങൾക്ക് ഒരു വലിയ പ്രസാദമാണ്. യോഗിജിക്കും മോദിജിക്കും നന്ദി. കാരണം ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിച്ചു. ഞങ്ങൾ നാവികർക്ക് പ്രത്യേക ശ്രദ്ധ നൽകി. ഞങ്ങൾ ഇത്രയധികം പണം സമ്പാദിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയധികം കണ്ടിട്ട് പോലുമില്ല. പിന്റു പറയുന്നത് ഞങ്ങൾക്ക് 70 ബോട്ടുകളുണ്ടെന്നും മിക്കവാറും എല്ലാ കുടുംബങ്ങൾക്കും 10 മുതൽ 20 ബോട്ടുകൾ ഉണ്ടായിരുന്നുവെന്നുമാണ്. എല്ലാവരും നന്നായി സമ്പാദിച്ചു. മുഴുവൻ ഗ്രാമത്തിലെയും അല്ലെങ്കിൽ മുഴുവൻ പ്രയാഗ്രാജിലെയും തോണിക്കാരുടെ സാമ്പത്തിക സ്ഥിതി ശക്തമായി. എനിക്ക് ഇത്രയും പണം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്താണെങ്കിലും കുംഭമേളയിൽ വളരെയധികം കോടീശ്വരന്മാർ ഉണ്ടായ കഥകളെല്ലാം നമ്മൾ കേട്ടതാണ്. ഇതാ മറ്റൊരു കോടീശ്വരൻ കൂടി.